ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഫിഷിംഗ് ഗണ്ണിനെ പറ്റിയിട്ടുള്ള പരിപാടിയായിട്ടാണ്. ഫിഷിംഗ് ഗണ്ണിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അടിച്ച് ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ തോക്കിൻ്റെ സെറ്റപ്പുകൾ. ഇത് നമ്മൾ മറ്റേ പുട്ടി ബ്ലേഡ് പുട്ടി മിക്സ് ചെയ്യണ സാധനത്തിൻ്റെ കമ്പിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ പൊഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇതേപോലെ ഒരു ഹോള് നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുന്നേ തുളച്ച് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ദിവസമായി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷേ അത് വീഡിയോ ഇടാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ അമ്പിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ബാക്കിൽ ഇതേപോലെ നമ്മളൊരു ഗാഡി ഇട്ടിട്ടുണ്ട് താഴത്തേക്ക് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രിഗറിൻ്റെ സെറ്റപ്പ് ഇതേപോലെയാണ്. പിന്നെ ഇത് ഉളി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അത് ഒരു ചെറിയ കമ്പിയുടെ മീതെ വെൽഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ്, പേന പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് കവുങ്ങിൻ്റെ അലക് ഒഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടയ്ക്കാൻ മരം എന്നൊക്കെ പറയും, കവുങ്ങ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക അതിന്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ. നമ്മളിത് പാത്തി ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ചട്ടയൊക്കെ. അപ്പോൾ ഇതേപോലെ മരത്തിൻ്റെ മീതെ ലെയർ ഗണ്ണിൻ്റെയൊക്കെ ചട്ട വരച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ട്രിഗറിൻ്റെ മീതിക്കുള്ള ലോക്കാണത്. ഇതിൻ്റെ മീതെയാണ് നമ്മൾ റബ്ബറിൻ്റെ ഇത് കെട്ടുക. റബ്ബർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ റബ്ബറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതാണ് ഉപയോഗിക്കാറ് സാധാരണ. അത് കുറച്ച് നാൾ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുക സാധനം. അപ്പോൾ അത് കാരണം അതാണ് നമ്മൾ. അപ്പോൾ ഒരു റബ്ബറിൻ്റെ വെച്ചിട്ട് ഒരു 4-5 പ്രാവശ്യമൊക്കെ കെട്ടാളുണ്ടാവും, പൊട്ടിയാലും മാറ്റാളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടൊന്നുമില്ല അത്. പിന്നെ ട്രിഗറിൻ്റെ സെറ്റപ്പ് ഇതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ട്രിഗർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ മീതെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വരച്ചിട്ട് അതിലേക്ക് ഇരുമ്പിൻ്റെ മീത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ സെറ്റപ്പ്. അതിൻ്റെ ലോക്ക് ഇങ്ങനെയാണ്. ഇതേപോലെ ഹോൾ അടിച്ചിട്ട് പൈപ്പിൻ്റെ കഷ്ണം പൊളിച്ചിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ. അതേ സെയിമിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ സ്റ്റീലിനാണിയാണ് അതിൻ്റെ ലോക്കുകളൊക്കെ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ്. പിന്നെ ട്രിഗറിനൊരു ചെറിയൊരു സ്പ്രിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ഇതേപോലെയാണ് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ. അപ്പോൾ നിങ്ങളിത് ഒരു മിനിമം ഒരു 4 ഇഞ്ച് ഇരുമ്പിൻ്റെ മീതെങ്കിലും കട്ട് ചെയ്യുക, പട്ടടം മീതെയൊക്കെ കട്ട് ചെയ്തെടുക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അപകടം പിടിച്ചൊരു സാധനമാണ് അത്. പെട്ടെന്ന് ഈ ലോക്കുന്നത് വീട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ മേത്ത് കയറാനും ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാതെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, കുട്ടികളിത് കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കുക. അവർക്കിത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെനക്കെടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് മേത്ത് കയറി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മളെ മേത്ത് കയറി കഴിഞ്ഞാൽ. ഇതാണ് അതിൻ്റെ ലോക്കുകളൊക്കെ മറ്റേ ജിമ്മിന് ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ റബ്ബർ മാത്രമാക്കി. അപ്പോൾ ഇനി ഇതിൻ്റെ റബ്ബറുകൾ നമുക്ക് കെട്ടാം. അതിന് നമ്മൾ റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. മറ്റേ സൈക്കിൾ ട്യൂബിൻ്റെ കഷ്ണമൊക്കെ ആയാലും പ്രശ്നമില്ല. സൈക്കിൾ ട്യൂബ് ഈ റബ്ബർ തന്നെ വേണമെന്നില്ല, സൈക്കിൾ ട്യൂബ് ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഡബിളൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടെൻഷൻ കിട്ടും. പിന്നെ ഇതേപോലത്തെ ജിക്സോ സ്കൂറാണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ജിക്സോ സ്കൂർ ആ ട്രിഗർ നമുക്ക് അതിൻ്റെ മീതെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിക്സോ സ്കൂർ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്പ്രിങ് ഇതിൽ ലോക്ക് ചെയ്ത് തരണം. അപ്പോൾ അതൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രിങ് ഉണ്ടായിരുന്നു, സ്പ്രിങ് പൊട്ടി. അപ്പോൾ ഞാൻ അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യം കൂടി അതിൻ്റെ സ്പ്രിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് മറ്റേ ഓട്ടോറിക്ഷ ഡീകംപ്രഷൻ കേബിളിൻ്റെ മീതൊക്കെ വരുന്ന സൈസ് സ്പ്രിങ്ങുകളാണ്. ഇങ്ങനത്തെ സ്പ്രിങ്ങുകളൊക്കെ കിട്ടും. അപ്പോൾ ആ സ്പ്രിങ്ങാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ട്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പർലിംഗ് പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ കവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ട്രിഗറിൻ്റെ ട്രിഗർ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞാനിത് മുന്നേ ഉണ്ടാക്കി വെച്ച കാരണം നമുക്ക് അതിന് ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ഞാനത് പൊളിച്ചിട്ടൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയുള്ള നേരം കിട്ടിയില്ല. വീഡിയോ പിന്നെ നല്ല ലോങ് ആയി പോവുകയും ചെയ്യും. അത് കാരണം നമ്മൾ ചെയ്തില്ല. അപ്പോൾ അത് മുന്നേ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെൽഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗിച്ചായിരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്പ്രിങ്ങും ഇതൊക്കെ റബ്ബറൊക്കെ പൊട്ടി കുറച്ച് കാലം എടുത്ത് വെച്ചപ്പോൾ അപ്പോൾ നമ്മൾ രണ്ടാമതും അത് തന്നെ ഇടുക. റബ്ബർ പിന്നെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും. ഈ ഇതിൻ്റെ റബ്ബറിൻ്റെ ട്യൂബുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വരും. ഈ മറ്റേ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിറ്റന സൈസ് റബ്ബറിൻ്റെ ട്യൂബൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ ഉപയോഗിക്കുക അതിന്. അതൊക്കെ നല്ല സാധനം തന്നെയാണ്. പക്ഷേ അതിനായിട്ട് നല്ല ഇങ്ങനത്തെ വല്ല സൈക്കിൾ ട്യൂബോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രിഗറിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതിപ്പോൾ ലോക്കായി, സ്പ്രിങ് ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലോക്കായി. അതിപ്പോൾ നമ്മൾ ട്രിഗർ വലിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തേക്ക് പോവും. നമുക്ക് എന്തെങ്കിലും ലോക്കായിട്ടിരിക്കുമ്പോൾ മീതിക്ക് പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കവണൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. അതിന് മീതെ തന്നെ റബ്ബറിൻ്റെ മീതെ തന്നെ നമ്മളൊരു തോലിൻ്റെ പീസ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങളും നമുക്കത് ഇതിൻ്റെ മീതെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ട്രിഗർ ഹോളിലേക്ക് വെച്ചിട്ട് നമ്മൾ
അടിച്ചിറക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, ടൈറ്റിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കണത്. പ്രസ് ചെയ്തിട്ട് ഇറങ്ങില്ല ഫുള്ളായിട്ട്. കറക്റ്റ് ഹോളാണ് തുളച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇറങ്ങും. ഇതേപോലെ തന്നെ ഹോളൊക്കെ തുളച്ചിട്ട് സെറ്റ് ചെയ്യുക. ട്രിഗർ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കുക. ഒരു 4 ഇഞ്ച് തിറമയുള്ള ഇരുമ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് പൈപ്പിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് അതിന് കവർ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ 3 സ്ക്രൂ ഇട്ടിട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അത്തരമുള്ള ട്രിഗറിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ റബ്ബർ നമ്മളിത് ഉപയോഗിച്ചതെന്ന കണ്ണാണ്. നൂലും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നൂലിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നൂലും ഇതൊക്കെ കെട്ടണ വീഡിയോ നൂലും സാധനങ്ങളൊക്കെ റീലൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നൊരു ഇതായ കാരണം നമ്മൾ പെട്ടെന്ന് പിടിച്ചതാണ് വീഡിയോ. അപ്പോൾ അത് സെറ്റിങ്ങൊക്കെ കഴിയാറായി. ഇപ്പോൾ ട്രിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇതായിരിക്കും ലോക്കിൻ്റെ. ഇപ്പോൾ ട്രിഗർ വലിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സാധനം ലോക്കൊന്ന് വിടും. അപ്പോൾ റബ്ബർ ബാൻഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധനം കൊണ്ട് ചുറ്റുക. റബ്ബർ ബാൻഡ് അല്ല നൂല് കൊണ്ട് കെട്ടിയാലും മതി. നല്ല ടങ്കീസ് നൂല അങ്ങനെയുള്ള നൂലുകളൊക്കെ ഉപയോഗിച്ചാൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ നൂലുകളൊക്കെ നൈലോൺ നൂലൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനായിട്ട് നല്ല ടെൻഷനുള്ള റബ്ബറിൻ്റെ ട്യൂബുകളൊക്കെ കിട്ടാണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഉപയോഗിക്കുക. എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണമാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടണ എന്തെങ്കിലും സാധനങ്ങൾ ഇന്ന സാധനം തന്നെ വേണമെന്നില്ല നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടണ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കാൻ നോക്കുക പരമാവധി. അപ്പോൾ ഈ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള കമ്പി നമ്മൾ ഈ പുട്ടിയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഡ്രില്ലിൻ്റെ ഇത് വയ്ക്കണ കമ്പിയാണ്. അത് അതിൻ്റെ ഇത് പൊട്ടിയപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല അത്യാവശ്യം ഉറപ്പുണ്ട്. സ്റ്റീലിൻ്റെ സാധനമാണ്, തുരുമ്പൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണി സ്ഥലത്ത് നിന്ന് തുറന്നിട്ട് വെച്ചാണ് ഈ സാധനം അത് കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതേപോലത്തെ കമ്പി അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇതാകുമ്പോൾ ലേശം ടെമ്പർ കൂടുതലുണ്ട്. അത് കാരണം അധികം വണ്ണം വേണ്ട കമ്പി. അത് ടെമ്പറിലാണ്. സാധാരണ കമ്പിയാകുമ്പോൾ അധികം ടെമ്പർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ റബ്ബറൊക്കെ ഇട്ടിട്ട് വലിക്കുമ്പോൾ അത് വളയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നല്ല കമ്പി ഉറപ്പുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്യുക ഫ്രണ്ടിൽ. അപ്പോൾ ഇതിലിപ്പോൾ 4 റബ്ബറൊക്കെ കെട്ടാം നമുക്ക്. നമ്മളിപ്പോൾ അത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 റബ്ബർ കെട്ടണുള്ളൂ. 4 കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല, അല്ലാണ്ട് തന്നെ നല്ല പവറുണ്ട്. എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ 4 കെട്ടിയിട്ടുള്ളത്. മറ്റേത് ഒരു സൈഡിൽ 4, അപ്പുറത്തെ സൈഡിൽ 4, അങ്ങനെ 8 കെട്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടെൻഷനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഉള്ള മീനുകളതിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റിയതുകൊണ്ട് സുഖമായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരുവിധം അടിയിൽ നിൽക്കണ കുറച്ചൊക്കെ ഒരു 4-5 അടിയൊക്കെ ഒരു 2-3 അടിയൊക്കെ താഴ്ത്ത് നിൽക്കണ മീനുകളതിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ ബാക്കി അടിയിലേക്ക് പോകുമ്പോൾ പാളി പോവുള്ളൂ. അതിപ്പോൾ എന്ത് സാധനമാണെങ്കിലും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പാളി പോകും. അപ്പോൾ അത് കാരണം അത്രയും ഗ്യാപ്പിലുള്ളതൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. ഓട പോലെ ഉത്തുളി പോലെ ഒന്നല്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പവറിൽ അടിക്കാൻ പറ്റിയ സാധനമാണ്. അത്യാവശ്യം നല്ല മീനുകളതിനൊക്കെ അടിക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ റബ്ബർ വെച്ചിട്ട് കെട്ടുക ക്ലിയറായിട്ട്. എന്നിട്ട് അതിന് ശേഷം 2 സൈഡും ഇതേപോലെ റബ്ബർ വെച്ച് കെട്ടിയിട്ട് അടി പോലെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുള്ള സാധനം ഉണ്ട്. അതിൻ്റെ മീതിക്കാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ തല കെട്ടേണ്ടത് നമ്മൾ. അപ്പോൾ അത് അതേപോലെ കെട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പോലത്തെ സാധനത്തിന് മീക്ക് 4 കൂടിയിട്ട് നമ്മൾ കെട്ടണത്. ശരിക്കും 8 കെട്ടാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇതിന് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ 4 കെട്ടണുള്ളൂ. അപ്പോൾ അത്രയ്ക്കധികം ലോങ്ങുള്ള മീനുകളതിനൊന്നും നമ്മൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് അടുത്തുള്ളതിനൊക്കെ തന്നെ അടിക്കാറ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം ചെറുത് ഒരെണ്ണം ഏറ്റവും വില കുറവിൻ്റെ 200-300 ഒരെണ്ണം മേടിച്ചിട്ടാണ്. അതാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഊരി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിക്കാത്ത കാരണം പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ള നേരം അത്യാവശ്യം നേരം വരും. ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലോങ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളധികം നേരം വഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിക്കണത്. അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ റബ്ബറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 2 സൈഡത്തെ റബ്ബറൊക്കെ നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. സൈക്കിൾ ട്യൂബാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓവർ ലെങ്ത് ഇടാണ്ട് നമ്മൾ കെട്ടുക. കറക്റ്റ് വലിച്ച് നോക്കിയിട്ട് വേണം കെട്ടാൻ. നമുക്ക് ഏകദേശം കറക്റ്റ് ട്രിഗറിൻ്റെ മീക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ അതിനുള്ള കറക്റ്റ് ഇട്ടാൽ മതി. ഓവറായിട്ട് നീളത്തിലിട്ട് കഴിഞ്ഞാൽ ടെൻഷൻ കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇടത്. പിന്നെ ഇതെല്ലാതും 4 കെട്ടിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിയാറായി. പിന്നെ ഇപ്പോൾ മരം നമ്മളിത് ഇവിടെ കിടന്ന ഒരു കട്ടളയുടെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കട്ടറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ പാത്തി ചട്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതേപോലെ ട്രിഗറിൻ്റെ മരത്തിൻ്റെ ഹോളൊക്കെ നമ്മൾ ഡ്രില്ല് വെച്ച് തുളച്ചിട്ട് മെല്ലെ ഉളി കൊണ്ട് തട്ടിയെടുത്തിട്ടുള്ളതാണ് ഹോളുകളൊക്കെ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ അടുത്തത് വേറെ മോഡലൊരു ഗണ്ണ് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണ വീഡിയോ ഫുള്ളായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണ വീഡിയോ ഉണ്ട്. അത് ഉളി മാത്രമായിട്ട് പോണതാണ്. നൂല് ഇതേപോലെ
കവുങ്ങിൻ്റെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഒന്നും വെക്കണമെന്നില്ല നമ്മൾ. അപ്പോൾ അത് വേറെ ഉളി മാത്രം പോണ ടൈപ്പ് സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗണ്ണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് വലിക്കുക, നേരെ ട്രിഗറിനെ മീക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ അത് ലോക്കായി, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല. അത്യാവശ്യം നല്ല ഉറപ്പുള്ള ട്രിഗറാണ്. എത്ര ലോഡ് വന്നാലും അത് പോവില്ല. അത്യാവശ്യം നല്ല 4 ഇഞ്ച് കനം തീർമ്മയുള്ള ഇരുമ്പാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കുക, താഴ്ത്തിക്ക് പിടിച്ചാലൊന്നും അത് വീണ് പോകുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റിങ്ങാണ് പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. പരിപാടി കഴിഞ്ഞു. തോക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ്ങും കാര്യങ്ങളൊക്കെ ഈ സാധനം പോകുന്നുണ്ട്. നല്ല ടെൻഷനും ഉണ്ട്. മരത്തിന് ഇതൊക്കെ കയറി കഴിഞ്ഞ് ഊരിയെടുക്കാനൊക്കെ നല്ല ലേശം ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്നില്ലെങ്കിൽ ചാവക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ ഉള്ളിയൊക്കെ കിട്ടും. അതന്നെ വെച്ച് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വല്ല കരിവാമാരെ കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ സ്നേഹിതണ്ട്, അവനെ കൊണ്ട് ഉണ്ടാക്കിക്കുകയാണ് ഓർഡർ ഉള്ളിയൊക്കെ. അവൻ ലെയ്ത്തിലാകുമ്പോൾ അടിപൊളിയായിട്ട് സാധനം സെറ്റ് ചെയ്ത് തരും നമുക്ക്. ലെയ്ത്തിൽ ഉണ്ടാക്കുന്ന ഉള്ളിക്ക് ഇതേപോലെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നല്ല ഫിനിഷിങ് ആവുക, നല്ല ടമ്പറുള്ള ഇരുമ്പാവുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.